തൃശൂർ സ്വദേശിയായ യുവതി കൂട്ടബലാത്സംഗത്തിനിരയായതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. അതിനുവേണ്ടി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അവരോടൊപ്പം എത്തിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അല്പസമയത്തിനകം അവർ വാർത്താ സമ്മേളനം നടത്തും. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന്. പക്ഷേ എങ്കിലും ചില സത്യങ്ങൾ ആ കുട്ടി തന്നെ നേരിട്ട് വെളിപ്പെടുത്തട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു വിഷയമാണ്. ഈ കുട്ടിയുടെ ഭർത്താവാണ് അത്. രണ്ടുപേരും വളരെ ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന 2 പേരാണ്. വളരെ അധികം വീട്ടിൽ നിരന്തരം കയറി ഇറങ്ങി സുഹൃത്തുക്കളെ പോലെ ജീവിച്ചിരുന്ന 4 പേർ. ഇദ്ദേഹത്തിന് പറയുമ്പോൾ നമ്മൾ സത്യവും പറയണമല്ലോ. ഇദ്ദേഹത്തിന് ഒരു ചെറിയ മദ്യപാന ദുശീലമുണ്ടായിരുന്നു. അത് കുറച്ച് അമിതമായി തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ അദ്ദേഹത്തെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു വീട്ടിലെപ്പോഴും വരുന്ന 4 പേരായതുകൊണ്ട് അവർ വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല ബന്ധത്തിൽ പോകുന്ന 4 പേരായിരുന്നു. ബന്ധുക്കളാണ് ആ 4 പുരുഷന്മാരും. അങ്ങനെ ഈ കുട്ടിയെ ഒരു ദിവസം ഭർത്താവിന് കുറച്ച് പ്രശ്നമുണ്ട്, ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എന്നോട് പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ആശുപത്രി പോകുന്നു എന്ന് പറഞ്ഞ് ആശുപത്രി പോകാതെ വേറെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. സ്ഥലവും കാര്യങ്ങളും എല്ലാം വിശദമായി കുട്ടി തന്നെ പറയും. യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുപോയി 4 പേരും മാറി മാറി വളരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളിത് വീഡിയോ എടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും, അതുകൊണ്ട് ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പോഴും ഈ ഫേസ്ബുക്കിൽ ഈ സാധനം വന്നു എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. ഫേസ്ബുക്ക് എന്താണ് എന്നുള്ളത്, ഫേസ്ബുക്കിനെ കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നും ഇല്ലാത്ത. ഇന്നലെ ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ അതൊന്നും അറിയില്ല. അത്രയ്ക്ക് വിവരമില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഇത് ആരോടാ പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുറേ കാലങ്ങൾ തന്നെ കഴിഞ്ഞുപോയി. ഭർത്താവ് ചികിത്സയൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും വളരെ നല്ലൊരു മനുഷ്യനായി അദ്ദേഹം തിരിച്ചു വന്നു. ഭാര്യയുടെ മാറ്റം കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ നിരന്തരം എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴേക്കും വളരെ 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 വൈകിപ്പോയി. ഏകദേശം 1.5-2 വർഷത്തോളം ആയി. എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന മാതിരി നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന മാതിരി ഓരോന്നും കുത്തി ചോദിച്ചില്ല. എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ വളരെ വൈകി. ഞാൻ കരുതി 3 മാസം 4 മാസം കഴിഞ്ഞപ്പോഴായിരിക്കും. പക്ഷേ അതിലും വളരെ വൈകിയാണ് സംസാരിച്ചത്. ഭർത്താവ് വളരെ ഞാൻ കാരണം സംഭവിച്ചൊരു തെറ്റാണ്. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞവരാണ് ഈ അനീതി കാണിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിന് ഞാൻ നിന്നോടൊപ്പം ഒരു ശക്തിയായിട്ട് എപ്പോഴും ഉണ്ടാകും, നമുക്കിത് കേസ് കൊടുക്കാം എന്ന് ഭർത്താവ് പറഞ്ഞതിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ കുട്ടി തന്നെ നേരിട്ട് പറയും. വാസ്തവത്തിൽ ഞാനും പാർവതി ഇവിടെ പറയുമായിരുന്നു, ഒരിക്കലും ഒരു പെൺകുട്ടിയും മുഖം മറച്ചുകൊണ്ട് സമൂഹത്തിനോട് സംസാരിക്കരുത്. കണ്ണിൽ നോക്കി കാര്യങ്ങൾ, നമ്മുടെ സത്യസന്ധത വെളിപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അവർക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിക്കണം. ഈ പോസ്റ്റ് തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്നവരും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്ക് ഇവരെ വലിച്ചെറിയാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മുഖം മറച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ള ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വിഷയം ഈ കുട്ടി തന്നെ സംസാരിക്കും, കുട്ടിയുടെ ഭർത്താവും സംസാരിക്കും. ഒരുപാട് മാനസിക പീഡനം അനുഭവിച്ച ഒരു കുട്ടിയാണ് എന്നൊരു പരിഗണന തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കണം. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഭയങ്കരമായിട്ടുള്ള ഇതാണ് എനിക്ക് സഹിക്കേണ്ടി വന്നത്. കാരണം ഞാനല്ല തെറ്റ് ചെയ്തത്. പക്ഷേ ഇതറിഞ്ഞ് കേസ് കൊടുത്തപ്പോൾ തൊട്ട് രാത്രി വരെ ഇരുത്തുക, പിന്നെയും 3 ദിവസം ഇതിനു വേണ്ടി തന്നെ രാവിലെ ചെല്ലുക, രാത്രി വരെ ഇരുത്തുക. അത്രയും
ഞാൻ അന്ന് ഇതായതിനെയും കാട്ടി മാനസികമായിട്ട് അവരെന്നെ വരണവരുടെ പോണവരൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അസഭ്യമായ അതെനിക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് CI ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഒരിടത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളെ ബലാത്സംഗം നിങ്ങൾ തന്നെ എങ്ങനെയാണ് നിങ്ങൾ നിന്ന് കൊടുത്തത്, നിങ്ങൾ തന്നെ അത് കാണിച്ചു കൊടുത്തോ, ഇത് കാണിച്ചു കൊടുത്തോ അവർക്ക്. നിങ്ങൾ അസഭ്യ വർത്താനം എൻ്റെ മുമ്പിൽ വെച്ച് വർത്താനം എനിക്ക് മാനസികമായി തന്നെ ഞാൻ തകർന്നു പോയി. അത് കേട്ട് അതോടുകൂടി ഞങ്ങൾ ഈ കേസും ഇതും വേണ്ട, തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ട് തന്നെ അവിടെയാണോ ഇവിടെയാണോ ചോദിച്ച് ഞങ്ങളാകെ ബുദ്ധിമുട്ടിച്ചു ഞങ്ങളെ. തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ട് ആൾക്കാരുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് എന്നോട് ചോദിക്കും. എനിക്ക് ആ സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്കിതുണ്ടാവില്ലല്ലോ. ആ മാനസികാവസ്ഥ പോലും ഇല്ലാതെ ചൂടാവലും വളരെ ഇതായിട്ടാണ് ഞാൻ ഇതായത്. പിന്നെ കേസിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഇത് തന്നെയായിരുന്നു അവർക്ക്. പിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ മൊഴി മാറാൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചു വന്നു. മൊഴി മാറണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ അന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് വിട്ടത്. പക്ഷേ ഞാൻ മൊഴി കൊടുത്തേക്കണത് ഒരിക്കലും ഇത് സംഭവിക്കാത്തതല്ല, സംഭവിച്ചതാണ്. അത് ഞാൻ ഒരിക്കലും എന്നെ കൊന്നാൽ പോലും നാളെ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കില്ല. തൃശ്ശൂർ പോയാൽ അവർ ഞങ്ങളെ കൊല്ലും, അത് എന്തായിക്കോട്ടെ. പക്ഷേ എന്തായാലും ഇത് നടന്ന സംഭവം ഒരിക്കലും എന്നെ ഇനി എന്തൊക്കെ ആൾക്കാർ ഇനി എന്ത് വരുത്തിച്ചാലും ഇത് ഉണ്ടായ സംഭവമാണ്. അല്ലാതെ അത് ഞാൻ മൊഴി പറഞ്ഞിട്ടില്ല. എനിക്ക് പരാതി ഇപ്പം തൽക്കാലം പിൻവലിക്കണമെന്ന് മാത്രമാണ് ഞാൻ അന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞത്. തൃശ്ശൂർ വെച്ചിട്ടാണ് അന്ന്. അതേ ലേറ്റ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ വഴിക്കാണ് അന്ന് പോയത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇതെന്ത് ഇങ്ങോട്ട് പോണതെന്ന് ചോദിച്ചിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത്. എനിക്ക് കറക്റ്റ് സ്ഥലം എനിക്കറിയാൻ പറ്റണില്ല. അങ്ങനെ അവരവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വീടിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് അവിടെ വെച്ച് ഇതായത്. പിന്നെ അവരെൻ്റെ ഇതെടുത്തിട്ടുണ്ട് പറഞ്ഞു മീഡിയം, അതാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ ഇപ്പോൾ 4 പേര്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ല. എന്നിട്ടിപ്പോൾ കേസ് കൊടുത്തിട്ട് പിൻവലിച്ചു. അന്ന് അങ്ങനെയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടൂടെ. പിന്നെ ഉപദ്രവിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഒളിച്ചു മാറി നടക്കുക, അവർ പിന്നെ ഇതായിട്ട് ഞങ്ങൾ ഉപദ്രവിക്കുക. സ്വന്തം ഇപ്പോൾ ആ വീട് തൃശ്ശൂരിലേക്ക് കാലുകുത്തിയിട്ട് 3 മാസം ആവാൻ പോകണം. അത്രയും ഇതുള്ള ആൾക്കാർ അവരെ കയ്യിൽ പോലീസുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഒരാളും ഇല്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മാറി ഇതായത്. അത്രയും മാനസികമായിട്ട് ഇത് വന്നപ്പോൾ ഒരു ഇതിന് വേണ്ടി ഞാൻ മേഡത്തിനോട് എല്ലാ കാര്യം പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് അത് പരാതി ആഗസ്റ്റ് 14 16 ഈ കൊല്ലം. അതാദ്യം അവിടെ ഇരുത്തി. പിന്നെ അയാൾ വന്നു SI, പിന്നെ CI വന്നു. പിന്നെ അങ്ങനെ ഇത് ഈ ഒത്തുതീർപ്പാക്കാം, ഇത് മുന്നോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇത് എന്തായാലും ഇതാക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേണ്ട, ഞാൻ ഇതെന്താ സംസാരിച്ച് റെഡിയാക്കി തരാം മോളെ എന്നൊക്കെ പറഞ്ഞു. അതാ ജയന്തൻ, ബിനീഷ്, ജനീഷ്, ഷിബു.
അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഇതല്ല എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം എല്ലാത്തിലും ഇല്ലേ നല്ലതും ചീത്തതും. എന്നെ അന്ന് അവിടെ കൊണ്ടുപോയിട്ട് ആ പോലീസുകാരിലും ഉണ്ട് നല്ലവരുണ്ടായിരുന്നു, അവരും നല്ല ഇതായിട്ടാണ് എന്നോട് ഞങ്ങളെ രണ്ടുപേരെയും പട്ടികളെ പോലെ ഇരുത്തിയിട്ടാണ് പെരുമാറിയത്. അത് നല്ല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം അങ്ങനെ പറഞ്ഞ് ഇതാക്കരുത്, അതൊരു അഭ്യർത്ഥന. കാരണം എല്ലാ കേസിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിലെങ്കിലും നിങ്ങൾ അങ്ങനെ ഇതാക്കല്ലേ, കാരണം അതിലുണ്ട് നല്ല ആൾക്കാർ. എനിക്ക് ഇത് പറയാനുള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടി ഇവരെന്നെ കൊണ്ട് ചെയ്യിച്ചാൽ അത് ഞാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞാൻ പറയും. എനിക്ക് അതിലാണ് ഇപ്പം വിശ്വാസം. കാരണം അതുകൊണ്ട് അങ്ങനെ നിങ്ങളെങ്കിലും ഇങ്ങനെ എഴുതി ഇങ്ങനെ ആക്കല്ലേ. ഞങ്ങൾക്ക് അത് ഒരപേക്ഷയാണ്. കാരണം ആ വ്യക്തി ചെയ്ത തെറ്റിന് എല്ലാവരും ഇതാക്കല്ലേ. കാരണം ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് വേറൊരു ഇതും കൂടി എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് ഇവർ. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പറയും ഞാനിന്ന്. ഉന്നതം എന്ന് പറഞ്ഞാൽ അവരുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടാതെ ഇത്. അത് CPM കൗൺസിലറാണ് വടക്കാഞ്ചേരിയിൽ. പേര് ജയന്തൻ. അതിൽ ഞങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് മധു അമ്പലപുരം അവരൊക്കെ ഇതിലിടപെട്ടിട്ട് ഇത്ര പൈസ ഇതാണെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് ലാസ്റ്റ് ഈ 4 ദിവസം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മതിയായി. കാരണം ഇതെന്ത് ഇപ്പം കൊടുക്കണത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ ഇപ്പോൾ ഇല്ല, അത് പാർട്ടിയുടെ എന്താ ഏരിയ സെക്രട്ടറി അങ്ങനെ എന്തോ ആണ്. രജിസ്റ്റർ ഇല്ല. ആദ്യം സാറ് പറഞ്ഞു ഇത് നമുക്ക് ഒത്തുതീർപ്പാക്കാൻ. എന്തിനാണ് ഞാൻ കൊടുത്തത്? വനിതാ സെല്ലിലായിരുന്നു. അപ്പോൾ അവിടെ എന്തിനാ കൊടുത്ത് ഇവിടെ വന്നാൽ ഞാൻ ഇതാക്കാന്നൊക്കെ പറഞ്ഞു സാറ്. CI അത് ഞാൻ ഇന്ന് മുഖ്യമന്ത്രിനോട് ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റും അയാള്. ഇല്ല, സംഭവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് മൂടി വെച്ചു. കാരണം എനിക്ക് 2 പിള്ളേരുണ്ട്, ഇപ്പോഴും കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഒരു മാനസിക പരിഗണന തരാതെ പിന്നെ എൻ്റെ ഭർത്താവിനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയാ, എന്നെയും അവൾ അങ്ങനെ ചിത്രീകരിക്കുക. അപ്പോൾ ഒരു ദിവസം ഉണ്ടായ ഒരു ഇതാണ് ഞങ്ങൾക്ക്. അത്രയും ഞങ്ങൾ മാനസികമായിട്ട് പിന്നെ ഇതാക്കുമ്പോൾ ഞങ്ങൾ ഓർത്തിഞ്ഞെന്തിനാണ് ഇവർ നല്ല ഇതിൽ നടക്കണം എല്ലാം ചെയ്തു കൂട്ടിയിട്ട്. എല്ലാവർക്കും തോന്നൂലേ, മനുഷ്യന്മാരല്ല, ആ ഒരു ഇതിലാണ്. എന്നിട്ട് ഞങ്ങൾ കേസ് പിൻവലിച്ചു. കാരണം പോയിട്ട് കാര്യമില്ല. അവരുടെ ആൾക്കാർ തന്നെ പോലീസിൽ വല്ലയിടത്തും കൊണ്ട് നിർത്തിയിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഇതാക്കും. ഞങ്ങളവിടെ തെറ്റ് ചെയ്തിട്ട് 4 ദിവസം ഞങ്ങളെയും കൊണ്ട് തുടർന്നു പോലീസുകാർ. അവർ പുറത്ത് വന്ന് നിൽക്കും. ഇല്ല, അത് ഞാൻ അവിടുന്ന് കോടതിയിൽ മൊഴി മാറ്റിപ്പോൾ ഇങ്ങനെ കേസ് പിൻവലിക്കണം. അപ്പം ഫസ്റ്റ് ചോദിച്ചു, എന്താ കുട്ടി ഇത്രയും ഇതില്ലേ, ഒരു നടപടി എടുക്കുക, ഞാൻ ഇത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇതിൽ നിന്ന് ഒഴിവായാൽ മതി. അപ്പോൾ ഇത് നടന്ന സംഭവമാണ്, പക്ഷെ അതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. എന്നെങ്ങനെ ചെയ്തതാണ്, പക്ഷെ എനിക്ക് കേസായിട്ട് മുന്നോട്ടോ എനിക്ക് വയ്യ പറഞ്ഞു. പിന്നെ എന്താ എങ്ങനെയാണെന്ന് ഞങ്ങൾ പോയിട്ടില്ല സാറേ, അങ്ങോട്ട് ഞങ്ങൾ കടത്തണില്ല. അവർ കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ അവിടെ ഇവരുടെ രാഷ്ട്രീയ ആൾക്കാരും ഇവരും ആണ് അവിടുത്തെ ഒരിത്. അതുകൊണ്ട് ഞങ്ങൾ 4 മാസം ഈ കേസ് പിൻവലിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറ്റിയിട്ടില്ല ഇതുവരെ. ഇല്ല, അപ്പോഴൊക്കെ ഒരുപാട് പൈസ ഓഫറും ഞങ്ങളുടെ പുറകെ തന്നെയായിരുന്നു അവർ. ഞങ്ങൾ മീഡിയക്കാർക്ക് കൊടുക്കരുത്, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാന്നാണ് പറയണത്. ഇല്ല, ഞങ്ങളുടെ ബന്ധുക്കളല്ല. പക്ഷെ ആയിരിക്കുള്ളൂ, അവിടെ എല്ലാവരുടെ ആൾക്കാരാ. അല്ല, അവരറിയാതെ അല്ല എന്നെ മൊഴി മാറ്റി
മൊഴി പറഞ്ഞു തന്നതൊക്കെ പോലീസുകാർ അവിടെ ഇരുത്തിയിട്ട്. ഇല്ല, അന്വേഷണം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് കോടതി മുമ്പാകെ. ഇല്ല, മെസ്സേജ് ഇതിന് നടപടി എടുക്കണ്ടേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പരാതിയില്ല, ഞാൻ കേസ് പിൻവലിക്കും. പക്ഷേ ഇതിൽ പറഞ്ഞേക്കണതെല്ലാം സത്യമാണ്, നടന്ന സംഭവമാണ്, അത് ഞാൻ മാറ്റൂല മാഡം. പക്ഷേ എനിക്ക് ഇത് മുന്നോട്ട് പോകാൻ എനിക്ക് വയ്യ പറഞ്ഞു. കാരണം പറഞ്ഞു. അപ്പോൾ ആ മാഡം പറഞ്ഞു ഇത് ഇത്രയും കുട്ടി ചെയ്തിട്ട് ഇത് ഒന്നും ഇതാക്കണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വയ്യ. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് ഒഴിവായി കിട്ടിയാൽ മതി, എനിക്ക് മടുത്തു വേണമെന്ന് പറയും. കരഞ്ഞപ്പോൾ മാഡം പേപ്പർ സൈൻ ചെയ്ത് പോയിക്കോളാൻ പറഞ്ഞു. ആഗസ്റ്റ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ള കോടതിയിൽ വനിതാ സെല്ലിൽ പോയോണ്ട് കോടതി മുഖേന ഇതാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കേസ് രജിസ്റ്റർ ആയതുകൊണ്ട് കോടതിയിൽ കേസ് പിൻവലിപ്പിക്കണം എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കേസ് പിൻവലിച്ചു എന്നാണ് പറയുന്നത്. വനിതാ സെല്ലാണ് ഇവർ ആദ്യം പോയത്. അപ്പോൾ എന്തിനാണ് അവിടെ പോയത്, ഞങ്ങളടുത്ത് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ 4 ദിവസം അവിടെ നിരന്തരമായി ഇരുത്തി. നേരത്തെ പറഞ്ഞതാണ് 4 ദിവസം അവിടെ നിരന്തരമായി ഇരുത്തിയിട്ട് ഇതിൽ ആരൊക്കെയാണ് നിന്നെ എവിടെയൊക്കെ തൊട്ടു, എന്തൊക്കെ ചെയ്തു, ഇതിൽ ആരാണ് കൂടുതൽ സൂചിപ്പിച്ചത് നിരന്തരമായി ചോദിച്ചിട്ട് നാട്ടുകാർ പോകുന്നവരും വരുന്നുണ്ടെങ്കിൽ ഇത് പീഡിപ്പിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഭർത്താവിനെ അവിടെ കയറ്റാതിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അത്രയും മാനസികമായിട്ട് വരുന്നിട്ട് ഇത് പിൻവലിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വനിതാ സെല്ല് വഴിയായിട്ട് ഇവർ തന്നെ ഓർഗനൈസ് ചെയ്ത് ഇവർ പറഞ്ഞു കൊടുത്ത മൊഴിയുമായിട്ട് മജിസ്ട്രേറ്റ് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇത് നടന്നില്ല എന്ന് പറയില്ല, നടന്നു എന്ന് തന്നെ പറയും, പക്ഷെ എനിക്ക് കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാഡം ചോദിച്ചു നിങ്ങൾ ഇത്ര അനുഭവിച്ചിട്ട് എന്തിനാ അത് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഉറക്കെ കരഞ്ഞത് കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെയല്ലേ? അങ്ങനെയുണ്ട്. ഇത് എനിക്ക് അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. എനിക്കതിനെപ്പറ്റി എനിക്കറിയില്ല. ഇല്ല, അവരുടെ ആൾക്കാരാണ്. എൻ്റെ ഭർത്താവ് വണ്ടിയിലായിരുന്നു അവരുടെ കൂടെ. ഞങ്ങളെ അത് കൊടുക്കാൻ പറഞ്ഞിട്ട് ലെറ്റർ തന്നിട്ട് അവിടെ പോയി മജിസ്ട്രേറ്റ് കാണുന്ന സംവിധാനം ഇവരോട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. സിയുടെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ കൊണ്ടുപോയി അവിടെ മജിസ്ട്രേറ്റിനെ കാണാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവര്. അങ്ങനെയാണ് മജിസ്ട്രേറ്റിനെ കയറി കാണുന്നത്. പേരമംഗലം CI. ഇവരോട് എല്ലാ കാര്യങ്ങളും മോശമായി സംസാരിക്കാൻ, മോശമായി ചോദിച്ചു എന്ന് പറയുന്ന ആ പോലീസുകാരൻ പേരമംഗലം അതെനിക്ക് ഞങ്ങൾക്കറിയില്ല. എന്തോ പേപ്പറിലൊക്കെ ഞങ്ങളുടെ മൊഴി എടുക്കണം പറഞ്ഞൊക്കെ എഴുതിയപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല. മൊഴി എടുക്കണം പറഞ്ഞ ഒരു വെള്ള പേപ്പറിൽ എഴുതണുണ്ടായിരുന്നു സാറ്. സാറ് എഴുതി അതിൽ ഇല്ല. അത് അവിടെ കാണിക്കണമെന്ന് എന്തോ പറഞ്ഞിട്ട് മൊഴി എടുക്കണേ പറഞ്ഞു. എന്താ എഴുതി എനിക്കറിയില്ല. വായിച്ചു നോക്കിയില്ല. എന്തെങ്കിലും സൈൻ ചെയ്യിച്ചു എന്ന് തോന്നണു. ഞങ്ങളാകെ പേടിച്ച് ഇതായിട്ടിന് ഒരു വെള്ള പേപ്പറിൽ സാറാ എഴുതിയത്. ഇപ്പൊ ഈ ആഗസ്റ്റ് 14-ാം തീയതി കൊടുത്തത് കേസ്. അത് 2014-ലാണ് ഡേറ്റ്. ഓഗസ്റ്റ് മാസം ഡേറ്റ് വടക്കാഞ്ചേരി.
ഇപ്പം ഞാൻ 4 മണിക്ക് കാണുന്നുണ്ട്. 4 മണിക്ക് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ DGP വിളിച്ച് സംസാരിച്ചിരുന്നു. DGPയും പറഞ്ഞു വളരെ ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. നമ്മളൊക്കെ സംസാരിക്കുന്ന മാതിരി ഒരുപക്ഷെ ഒരു അടുക്കും ചിട്ടയോടുകൂടെ ഈ കുട്ടിക്ക് കാര്യങ്ങളൊന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. അത് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴും ഞാനിങ്ങനെ ചോദിച്ചാണ് കുറേ കാര്യങ്ങൾ ഞാൻ ചികഞ്ഞെടുത്തത്. പക്ഷേ ഇവരെന്നോട് പറഞ്ഞ ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാനഭംഗപ്പെടുത്തപ്പെട്ടു. അതിന് എൻ്റെ ബുദ്ധിമോശം കൊണ്ട് എല്ലാ തെളിവുകളും നശിച്ചു. എനിക്കറിയില്ലായിരുന്നു കോടതിയിൽ ചെല്ലുമ്പോൾ ശാരീരികമായ ഒരു എവിഡൻസ്, മെഡിക്കൽ എവിഡൻസ് വേണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പരാതി കൊടുത്തപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ, കുടുംബമായി ജീവിക്കാതെ, എൻ്റെ കുട്ടികളെയും നോക്കാതെയാണ് ഞാൻ ദിവസവും ഞാൻ നരകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്തിനാണ് ഞാൻ ഈ നരകം അനുഭവിക്കുന്നത്? അപ്പം ഞാനാണോ കുറ്റം ചെയ്തത് എന്നാണ് അവരെന്നോട് ചോദിച്ചത്. ഇതിലാരാണ് കുറ്റക്കാർ? ഞാനാണോ അതോ ബലാത്സംഗം ചെയ്തവരാണോ പോലീസുകാരാണോ? ആരാണ് കുറ്റക്കാർ? അപ്പോൾ എൻ്റെ മുമ്പിലുള്ള പോംവഴി എന്താണ്? ഞാൻ ആത്മഹത്യ ചെയ്യണോ അതോ ഈ സമൂഹത്തിൽ ഇനിയും ഇങ്ങനെ ഈ മാനസിക പീഡനത്തോടു കൂടി ഞാൻ ജീവിക്കണോ? എനിക്കൊരു വഴി പറഞ്ഞു തരൂ എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ലായിരുന്നു. കാരണം നമുക്ക് കോടതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കും തോന്നി. കാരണം തെളിവുകളൊന്നും തന്നെ ഇല്ല, ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു മനസ്സിൻ്റെ ഒരു പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പോസ്റ്റ് ഇടാനുള്ളൊരു കാരണം. ഈ കുട്ടിക്ക് അതിൽ നിന്ന് എന്ത് സൊല്യൂഷൻ കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന കൗൺസിലർ അല്ലെങ്കിൽ ഈ പോലീസ് ഇവരുടെ പേരിലൊക്കെ ഒരു ചെറിയ ഒരു മാതൃകാ നടപടിയെങ്കിലും എടുക്കും സർക്കാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രം മതി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ വിട്ടേക്ക്, ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, ഇനി അതൊരിക്കലും ഇല്ലാതെയാവുന്നില്ല, അത് ഞാൻ ഉപേക്ഷിച്ച് കളയാം. പക്ഷേ ഇനി ഒരു സ്ത്രീയും ഇതുപോലെ മാറി മിണ്ടാതിരിക്കരുത്. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ സംഭവിച്ചാൽ ഇത് ശ്രദ്ധിക്കാനും ചോദിക്കാനും പറയാനും സമൂഹത്തിൽ ചിലരെങ്കിലും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം എന്ന് ഇതാണ് ആ കുട്ടിയുടെ ആവശ്യം. ഇതൊരു സാധാരണ വാക്കിൽ കൂടി പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത്. ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇതായിട്ട് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അത് വ്യക്തമാകാത്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കും എന്നാണ് പറയുന്നത്. 12:30-1 മണിയാവുമ്പോൾ DGP കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസിലെ വളരെ ഉന്നതരായ പലരും എന്നെയും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് പറഞ്ഞില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഈ കുട്ടി നേരത്തെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇത് അന്ന് തന്നെ ഒരു തീരുമാനമാകുമായിരുന്നു. ഇത് വളരെ വൈകിയെങ്കിലും എന്തെങ്കിലും ഒരു നീതി ആ കുട്ടിക്ക്, ഒരു ചെറിയൊരു സമാധാനം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ വ്യക്തമാക്കാം. ഒരു കാരണവശാലും ഇനി വീണ്ടും ഈ കേസ് കുത്തിപ്പൊക്കി തെളിവെടുപ്പിനായി എന്നെ നാടുതോറും കൊണ്ട് നടക്കാൻ ഞാൻ ഇനി അനുവദിക്കില്ല എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ആ കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പറയുന്നത്. മാഡം ഇനി പറഞ്ഞോളൂ. അങ്ങനെ കേസെടുക്കാനും എന്തായാലും ഞങ്ങളെ 2 പേരും വേണമെങ്കിൽ നിങ്ങളൊക്കെ എഴുതി എന്ത് ഞങ്ങൾക്ക് പറയാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് ഞങ്ങളെ പിടിച്ചകത്തിട്ടു. പക്ഷെ ഈ കേസൊന്നും പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾക്ക്, കാരണം അത്രയും ഞങ്ങൾ അനുഭവിച്ച 4 ദിവസം കൊണ്ട് ഞങ്ങൾ എൻ്റെ അടുത്ത് വരാനുണ്ടായൊരു സാഹചര്യം, ഞാൻ ഒരു ചാനലിൽ, കൈരളി ചാനലിൽ രാത്രി വാർത്തയിലിരുന്ന് ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും കേരള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബലാത്സംഗത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നു. പക്ഷേ കേരളത്തിൽ പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം അച്ഛൻ്റെ മക്കളെ പ്രസവിച്ച പെൺകുട്ടികൾ, സഹോദരൻ്റെ മക്കളെ പ്രസവിച്ച പെൺകുട്ടികളെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പ്രത്യേക ജില്ലകളിലൊക്കെ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആരും പറയുന്നില്ല, പെൺകുട്ടികൾ പുറത്ത് പറയുന്നില്ല. ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരുപാട് ബലാത്സംഗങ്ങളുണ്ടെന്ന് ഞാൻ വാർത്തയിൽ പറഞ്ഞത് കേട്ടിട്ട് ഈ കുട്ടി രാത്രി എന്നെ വിളിച്ചു, എനിക്കൊന്ന് കാണണം, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനും
ഒരു ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം ഞെട്ടി. ഇത് വെറുതെ പറയുന്നതാണോ? അപ്പം ഞാൻ പറഞ്ഞു നേരിട്ട് വരൂ കാണാമെന്ന്. എൻ്റെ വിചാരം തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്, ഞാൻ വരും, ഇനി എത്ര ദൂരെയാണെങ്കിലും ഞാൻ വരും എന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിലെത്തി. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലിരുന്ന് എന്നോട് പറഞ്ഞ ഏറ്റവും ദയനീയ അവസ്ഥയിൽ ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അത് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല, അതെല്ലാം ശരിയാണ്, പക്ഷേ മാഡം നമ്മുടെ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ആ CI എന്നോട് ചോദിച്ച വാക്കുകളാണ് എന്നെ ഏറ്റവും ബലാത്സംഗത്തിന് ഇരയാക്കിയത്. 4 പേർ ബലാത്സംഗം ചെയ്തതിനേക്കാൾ ഞാൻ വേദനിച്ചു. 4 പേരിൽ ആരാണ് നിനക്കധികം സുഖം തന്നത്? നിങ്ങളുടെ രീതി എങ്ങനെയാണ്? സൈസ് കൂടിയവരാണോ, സൈസ് കുറഞ്ഞവരാണോ? ഇത്തരം വാക്കുകൾ ആണ് ആ കുട്ടിയെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. ഇത് പറയുമ്പോൾ ആ കുട്ടി അലമുറയിട്ട് എൻ്റെ വീട്ടിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു. എൻ്റെ കൺട്രോൾ തന്നെ വിട്ടുപോയി. എനിക്കത് വല്ലാത്തൊരു വേദനയായിരുന്നു അന്നുണ്ടാക്കിയത്. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, വർഷം 2 കഴിഞ്ഞു. പക്ഷേ ഒരു ചെറിയ പ്രതിഷേധം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയിക്കാനാണ് ഞാനൊരു പോസ്റ്റ് ഞാനിട്ടത്. അല്ല അല്ലേ മഹേഷ്, പാർട്ടി പ്രവർത്തകനാണോ? അല്ല. ഇല്ല, ഞങ്ങൾ അത്രയും നല്ല ഇതായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. അവരിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും, അതുവരെ അവർ നല്ല ഇതായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയേക്കണം. അതിക്കുമ്പോൾ അങ്ങനത്തെ ഒരു മഹേഷ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം ഇത് പിന്നെ അവരോട് ചെന്ന് നേരിട്ട് ചോദിച്ചു അല്ലേ? ഈ 4 പേരോടും ചെന്ന് ഇങ്ങനെ തൻ്റെ ഒരാളോട് ചെന്ന് തൻ്റെ ഭാര്യ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മഹേഷ് നേരിട്ട് ചെന്ന് അവരോട് സംസാരിച്ചു. അപ്പോൾ അവരെന്താണ് പറഞ്ഞത് എന്ന് മഹേഷ് ഒന്ന് പറയൂ. പിന്നെ എന്നെ കാണുമ്പോൾ അവർ പറയും നിൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ട്, അത് വെച്ച് ഞങ്ങൾ ഇതാക്കും. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയാൽ തന്നെ എൻ്റെ പിന്നാലെ ഇവർ ബൈക്കിൽ വന്നിട്ട് ഇതും പറയാൻ നിൽക്കി, കുടിച്ചിട്ട് വന്നിട്ട് ഇനി നീ അധികം കളിക്കാൻ നിൽക്കേണ്ട, ഇത് കളിച്ച് കഴിഞ്ഞാൽ നിൻ്റെ കള്ളക്കേസിൽ കൊടുക്കും, നിന്നെ ഏതെങ്കിലും കേസിൽ കൊടുക്കുന്നതിനകത്താക്കും, അല്ലെങ്കിൽ നിൻ്റെ പിള്ളേരെ കൊന്നുകളയും, എന്നെ വണ്ടി കയറ്റി കൊല്ലുമെന്നാണ് ഏറ്റവും ലാസ്റ്റ് വരെ പറഞ്ഞത്. ഞങ്ങൾ അയൽവാസികളായിരുന്നു. അത് പിന്നെ പറയാം, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാം. സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. എൻ്റെ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ ഞാൻ ചോദിച്ചപ്പോഴാണ് ആ പൈസ കിട്ടാണ്ട് വന്നു എനിക്ക് ലാസ്റ്റ്. കേസ് കൊടുത്തത് ഈ പൈസക്ക് വേണ്ടിയാണെന്ന് വരെ ആദ്യം പറഞ്ഞു. പോലീസുകാർ ഭീഷണിപ്പെടുത്തി. എന്തായാലും ആ പൈസ കിട്ടിയ ഇത് ഞങ്ങൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്രയെന്ന്. ആ പൈസക്ക് വേണ്ടിയാണ് ഈ കേസ് കൊടുത്തെങ്കിൽ അത് നിങ്ങൾ ഇനി അന്വേഷിക്കുമ്പോൾ അറിയാം. ആ പൈസക്ക് വേണ്ടി ഒരിക്കലും ഒരു ജീവിതവും കളഞ്ഞ് കുട്ടികളുടെ ഭാവിയും കളഞ്ഞ് നടക്കില്ല. ആ തുക കേട്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടും. എത്ര തുകയാണ് ഞങ്ങളോട് മേടിച്ചിട്ട് ഞങ്ങൾക്ക് തരാതിരിക്കുക. എന്തായാലും ആ പൈസക്ക് വേണ്ടി ഇത്രയൊരു ജീവിതവും കളഞ്ഞ് ഒരിക്കലും ഒരാരും ചെയ്യൂല. അതാ പറഞ്ഞ അവരന്വേഷിക്കുന്നത്. അത്രയും ആ കിട്ടുന്ന ആ തുകയിൽ നിന്ന് തുക കളവാണെന്ന് വരെ അവർ പറഞ്ഞു. അത് കിട്ടാൻ വേണ്ടി പറഞ്ഞു. രൂപ 3.5 ലക്ഷമാണ് ഞങ്ങളോട് മേടിച്ചത്. കേബിൾ വിറ്റ സമയത്തുണ്ടായ 3.5 ലക്ഷം രൂപയാണ് കൊടുത്തത്. ആ രൂപക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെന്ന് വരെയും പോലീസുകാർ ആദ്യമൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കേസിൽ നിന്ന് പിന്മാറാതെ ഏപ്പാണ് അവർ. എന്നിട്ട് ആ പൈസക്ക് വേണ്ടി എന്തായാലും ഇത്രയും ഞങ്ങളുടെ ജീവിതം കുട്ടികളുടെ ഭാവിയായിട്ട് കളയേണ്ട ആവശ്യം എന്തായാലും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഒന്നും പറ്റൂല, ഒന്നും നേടാൻ പറ്റൂല.
പലരും പറഞ്ഞിരുന്നു സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാകും ഇങ്ങനെയൊക്കെ ചില പെൺകുട്ടികൾ സംസാരിക്കുന്നത് എന്ന്. ഇത്തിരി നേരത്തെ ന്യൂസിൽ ഞാൻ കണ്ടു, ഞാൻ ഇവിടെ മാഡത്തിൻ്റെ ഇരുന്നപ്പോൾ കണ്ടു ഇങ്ങനെ പൈസക്ക് വേണ്ടി. എന്തായാലും ഈ പറഞ്ഞ പൈസ വെച്ചിട്ട് ഞങ്ങളുടെ ജീവിതം, കുട്ടികളുടെ ഭാവി, ഇനി ഞങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തന്നെയാണ്. കുറച്ച് പേര് നല്ല ഇത് കാണിക്കും ഞങ്ങളോട്, കുറച്ച് പേരെ ഇതറിയാം. അത് തുറന്ന് പറയണതാണ് ഇപ്പം ഇത്രയും ജീവിതം പഠിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പൈസക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഒരിക്കലും ഉണ്ടാവും. അത് തന്നെ നിങ്ങൾ തന്നെ കണക്കൂട്ടി നോക്കി, ഈ പൈസ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, എവിടെ പോവും? അപ്പം അത് പറഞ്ഞതിൽ എഴുതിയിട്ടുണ്ട് കേസിൽ. അത് കേസിൻ്റെ ഇതിൽ നോക്കിയാൽ അറിയാം. അല്ലാതെ ആ പൈസക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി.